ഹായ് ഫ്രണ്ട്സ്, ഞാൻ ലേഖ രാധാകൃഷ്ണൻ. നമ്മുടെ ജീവിതത്തിൽ കുറച്ച് പേർക്കെങ്കിലും പെട്ടെന്നൊരു എമർജൻസി വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നോ നമ്മുടെ റിലേറ്റീവ്സിൽ നിന്നോ ഒക്കെ കാശ് കടം വാങ്ങിക്കേണ്ടി വന്നിരിക്കാം. അതൊരു തെറ്റായൊരു കാര്യമല്ല. പെട്ടെന്ന് നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മുടെ അയൽവാസിയോടോ ഒക്കെ ചോദിച്ച് നമുക്ക് ആ കാശ് വാങ്ങിക്കാം. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പൈസയുണ്ട്, അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല, പെട്ടെന്നൊരു എമർജൻസി വന്നു, ഈവൻ ഒരു ഗ്യാസ് ഏജൻസി വന്നു, നമ്മുടെ കയ്യിൽ ചേഞ്ചില്ല, നമുക്കതൊക്കെ ചെയ്യാൻ ഒരു തെറ്റല്ല. പക്ഷേ ഇത് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഈ അനുഭവം ഉണ്ടായിരിക്കും. വളരെ അത്യാവശ്യമായിട്ട് ചിലർ ഒരു എമൗണ്ട്, ചിലപ്പോൾ ഒരു ചെറിയ എമൗണ്ട് ആയിരിക്കില്ല, കൂടിയ എമൗണ്ട് ആയിരിക്കാം, ഞാൻ ഇന്ന ദിവസം തന്നെ തരാം, അത്ര അത്യാവശ്യമായിട്ടാണ്, എനിക്ക് ഇന്നാര് തരും, അതോ ഞാൻ ഓട്ടം തന്നെ തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കും. എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടല്ല ഞാൻ ഈ പറയുന്നത്, ആരും തെറ്റിദ്ധരിക്കല്ല. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് ആ പർട്ടിക്കുലർ ഡേയ്സ് തൊട്ട് അവരെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങും. ആദ്യമൊക്കെ അയ്യോ കിട്ടിയില്ല, ഞാൻ ഉടനെ കൊണ്ട് തരാമെന്ന് പറയും. പക്ഷേ ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടും ഒരു മാസം കഴിഞ്ഞിട്ടും അവർ അനങ്ങാതിരിക്കുമ്പോൾ വീണ്ടും വിളിക്കുമ്പോൾ ആ ഫോൺ അവർ ബ്ലോക്ക് ചെയ്യാനും മടിക്കില്ല. ചിലരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, എല്ലാവരുടെ കാര്യമല്ല. ഒരു പക്ഷേ ഇത് അനുഭവം വന്നവരിപ്പോൾ വിചാരിക്കും പറയുന്നത് ശരിയാണ്, ഞങ്ങൾക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ആർക്കും കടം കൊടുക്കണ്ട എന്നല്ല, ആവശ്യം വന്നാൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. പക്ഷേ വാങ്ങിക്കുന്നവർ ഒരു മര്യാദ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ മര്യാദ പഠിപ്പിക്കാൻ വന്ന ആളൊന്നുമല്ല. എന്നാലും എനിക്ക് ഒത്തിരി ആളെ കോണ്ടാക്റ്റുകളുള്ളതുകൊണ്ട് അവരൊക്കെ പറയുന്നതെല്ലാം കേട്ട് ഞാൻ മനസ്സിലാക്കുന്നതുകൊണ്ട് പറയുകയാണ്. ആദ്യമൊക്കെ അവർ ആ പറയുന്ന ഡേറ്റ് നമ്മൾ വിളിക്കുമ്പോൾ നമ്മളോട് പറയുന്ന തരാം, കിട്ടിയിട്ടില്ല, ഉറപ്പായിട്ട് തരാം, ഇന്ന ദിവസം തന്നെ തരാമെന്ന് പറയും. പാവം വീണ്ടും വെയിറ്റ് ചെയ്യും. പക്ഷേ 1 മാസമായി, 2 മാസമായി, ചിലപ്പോൾ 1 വർഷമായിട്ടും കിട്ടാത്തപ്പോൾ ഇവർ വീണ്ടും വിളിക്കുമ്പോൾ ആ ഫോൺ വരെ ചിലപ്പോൾ ബ്ലോക്കാകാനും അവർ മടിക്കില്ല. അപ്പോൾ എന്തൊരു തെറ്റായൊരു പ്രവണതയാണതെന്ന് ആലോചിച്ച് നോക്കും. ഈവൻ നമ്മുടെ കുട്ടികൾക്കെല്ലാം ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. ഒരുപക്ഷെ അവർ കാശായിരിക്കില്ല, ഒരു പേനയാകട്ടെ, ഒരു ബുക്കാകട്ടെ, നമ്മൾ ആരെയിൽ നിന്ന് വാങ്ങിയാലും അത് തിരികെ കൊടുക്കാൻ പഠിപ്പിക്കുക അത്യാവശ്യമാണ്. അപ്പം ഞാൻ പറയുന്നത് ആരും കടം കൊടുക്കണ്ടെന്നോ കടം വാങ്ങിക്കേണ്ടെന്നോ അല്ല, ആവശ്യമുള്ളപ്പോൾ നമ്മളൊക്കെ എല്ലാം ചെയ്യാം. പക്ഷേ നമുക്ക് അതിനൊരു അവരോട് പറയുന്ന ആ ഡേറ്റിന് ഒരു വിശ്വസ്തത വേണം. പിന്നെ ആവശ്യപ്പെട്ടാൽ അവർ നിങ്ങൾക്ക് തരാൻ എന്തായാലും മടിക്കും. ഒരിക്കലും നിങ്ങൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ അന്യോന്യം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കാശ്, പണ്ടൊക്കെ നമുക്ക് ഈ കാശ് കൊടുക്കാൻ വലിയ അവിടെ വന്ന് നിന്നാൽ മതി, ഇവിടെ വന്ന് നിന്നാൽ മതി എന്നൊക്കെ പറയും. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ നമ്മുടെ ഗൂഗിൾ പേ വഴി ആ ആവശ്യക്കാരൻ നമ്മൾ ആ നിമിഷം തന്നെ നമ്മൾ പൈസ കൊടുക്കാറുണ്ട്. പക്ഷെ അത് തിരികെ കിട്ടാത്തപ്പോഴുള്ള ആ കൊടുത്ത ആളിൻ്റെ മാനസിക സ്ഥിതി കൂടി വാങ്ങിച്ച ആൾ ആലോചിക്കൊണ്ടിരിക്കും. നമുക്ക് എല്ലാവരെയും നന്നാക്കാൻ പറ്റില്ല, എന്നിരുന്നാലും ഒരു കുഞ്ഞു കുഞ്ഞു ശീലങ്ങൾ നമ്മൾ പഠിച്ചു വച്ചിരുന്നാൽ നമുക്ക് വീണ്ടും എപ്പോൾ ആവശ്യം വന്നാലും നമുക്ക് ആരോടും ധൈര്യമായിട്ട് നമുക്ക് കടം വാങ്ങിക്കാം. കാശായട്ടെ എന്തോ ആയിക്കോട്ടെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഉപദേശമല്ല, എല്ലാവരും ഇത് മനസ്സിൽ വച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആരെയെന്നെങ്കിലും കാശ് കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന ഡേറ്റ്, ചിലപ്പോൾ ഒരാഴ്ച താമസിക്കാം, കുഴപ്പമില്ല. പക്ഷേ ആ പറയുന്ന ഡേറ്റിൽ അവരോട് വിളിച്ച് പറയണം, എനിക്കിന്ന് തരാൻ പറ്റിയില്ല, ഞാൻ ഉറപ്പായിട്ട് അടുത്ത ആഴ്ച തരാം എന്ന് പറഞ്ഞിട്ട് നമ്മളത് അവർക്ക് തിരികെ കൊടുക്കാൻ പഠിക്കണം. നമ്മൾ പഠിച്ചേ പറ്റൂ. ഇതെല്ലാവരുടെ മനസ്സിലും ഈ ഒരു സംഭവം മനസ്സിലുണ്ടായിരിക്കണം. അങ്ങനെ ഞാൻ എല്ലാവരും അല്ല പറയുന്നത്, മിക്കവരും വാങ്ങിച്ചാൽ ആ കറക്റ്റ് ഡേറ്റിന് തന്നെ തിരികെ കൊടുക്കും. അങ്ങനെ മര്യാദക്കാരും ഒത്തിരി പേരുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ ജനങ്ങൾ ഒത്തിരി പേരത് അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടാണ്. കാശ് കൊടുത്തു കഴിഞ്ഞാൽ തിരികെ കിട്ടില്ല, പിന്നെ അവരുമായിട്ടുള്ള ബന്ധവും നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരും. അപ്പോൾ അത് ഒരു ഉപദേശമല്ല, ഒരു റിക്വസ്റ്റ് എല്ലാവരുടെയും മനസ്സിലിരുന്നോളും. എപ്പം നമ്മൾ ആരെയെന്നെങ്കിലും കാശ് വാങ്ങിച്ചാൽ പർട്ടിക്കുലർ പറയുന്ന ഡേറ്റിന് കൊടുക്കാൻ ശ്രമിക്കുക.